പഠിക്കാൻ പോകുന്നത് മെഗ് 18-ലെ യൂണിറ്റ് 16-ലെ എസ്ട്രാ പോൺസിൻ്റെ ഒരു പോയമാണ് ദ റിവർ മെർച്ചൻ്റ്സ് വൈഫ് ലെറ്റർ എന്നുള്ള പോയമാണ് പഠിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് 1 to 6 ലൈനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ഇന്നസെൻസിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വൈഫ് ആളുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിനെ പറ്റി ഓർക്കുന്നതാണ്. അത് ആളും ആളുടെ ഹസ്ബൻഡും നെയ്ബേഴ്സായിരുന്നാണ് അവർ ഓർക്കുന്നത്. അതോടൊപ്പം ആൾ ഓർക്കുന്നത് ആളൊരു ചെറിയ പെൺകുട്ടിയായിരുന്ന സമയത്ത് ആളുടെ ഗേറ്റിൻ്റെ അവിടെ ഫ്ലവേഴ്സായിട്ട് കളിച്ചുകൊണ്ടിരുന്നതും ആൾ ഓർക്കുന്നുണ്ട്. ആളുടെ ഹസ്ബൻഡ് ഒരു ചെറിയ ബോയ് ആയിരുന്നു. ആൾ മറ്റേ ബാംബുവിൻ്റെ സ്റ്റിക്ക് വെച്ച് നടക്കുന്ന ഒരു ഗെയിമിൽ ഏർപ്പെട്ടതുമാണ് ആൾ ഓർക്കുന്നത്. അവർ ഒരേ വില്ലേജിലാണ്. ഒരു വറീസും ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നില്ല. വളരെ നല്ലൊരു ലൈഫായിരുന്നു അവർക്കുണ്ടായിരുന്നത് ചൈൽഡ്ഹുഡിൽ. ഇത് കാണിച്ചു തരുന്ന അവരുടെ ചൈൽഡ്ഹുഡിലെ പ്യൂറും ഇന്നസെൻറ്റ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദി 2 ചിൽഡ്രൻസിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് 1 to 6 ലൈൻസിൽ പറയുന്നത്. ഇനി സെക്കൻഡ് ലൈൻസ് പറയുമ്പം സെക്കൻഡിൽ പറയുന്നത് 7 to 10 ലൈനിൽ പറയുന്നത് അവരുടെ എയർലി മാരേജിനെ പറ്റിയാണ്. അറ്റ് ദ ഏജ് ഓഫ് 14 അവർ മാരി ചെയ്യുന്നത്. ആ പെൺകുട്ടി മാരി ചെയ്തതെന്ന്. ഇതൊരു ചൈനീസ് ആൻഷ്യൻ കൾച്ചറിൽ ഇത് കോമൺ ആണ്. ഈ 14 വയസ്സിൽ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഈ ഷീസ് ഷൈ ആൻഡ് സൈലൻ്റ് ആണെന്ന് പറയുന്നത്. അതോടൊപ്പം ഷീ ഡസൻറ്റ് ഈവൻ ലുക്ക് ബാക്ക് വെൻ കോൾഡ്. ആ പെൺകുട്ടി ആ ഹസ്ബൻഡിലൂടെ കംഫർട്ട് അല്ലായിരുന്നു എന്നും പറയുന്നുണ്ട് ഇതിൽ അവരുടെ ഹാർഷ്ഫുൾനെസ് ആൻഡ് ഫോർമാലിറ്റി ഓഫ് ദി മാരേജ് അറ്റ് യങ് ഏജാണ് ഈ എയർലി മാരേജിൽ കാണിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് ലൈൻസ് പറയുമ്പോൾ 11 to 14 എടുക്കുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞൊരു ഡീപ്പ് ലവ് ഡെവലപ്പ് ചെയ്യുന്ന അതാണ് അതിൽ കാണിക്കുന്നത്. ആ ഒരു സമയത്ത് പെൺകുട്ടി ഒരു 15 വയസ്സായിട്ടുണ്ട്. ഈ സമയത്ത് ആൾ വളരുകയും ആളുടെ ഹസ്ബൻഡായിട്ട് കംഫർട്ട് ആൻഡ് ഡീപ്ലി അറ്റാച്ച്ഡ് ആവുന്നതുകൊണ്ട് ആ പെൺകുട്ടി വിചാരിക്കുന്നുണ്ട് അവരുടെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ആഷസും ഒരുമിച്ച് ഉണ്ടാവണം ഫോർ എവർ എന്നും ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് ആളുടെ ഷൈനസ് എല്ലാം മാറി ആളുടെ ഹസ്ബൻഡിനെ ട്രൂലി ലവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു ഷൈ വൈഫിൽ നിന്ന് ഒരു ഡിവോട്ടഡ് വൈഫിലേക്കുള്ള ഒരു പാർട്ട്ണറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഇതിൽ കാണിക്കുന്നത്. അടുത്തത് പറയുമ്പം ലൈൻ 15 to 18 പറയുന്നത് എന്താ വെച്ചാൽ സെപ്പറേഷൻ ആൻഡ് ലോൺനെസ്സിനെ പറ്റിയാണ്. അറ്റ് ദ ഏജ് ഓഫ് 16 ആളുടെ ഹസ്ബൻഡ് ആളെ വിട്ടിട്ട് വർക്കിന് പോകുന്നത്. അദ്ദേഹം ഒരുപാട് ദൂരെയുള്ള സ്ഥലത്താണ് വർക്കിന് പോകുന്നത്. കൂട്ടോ ഇൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. അദ്ദേഹം ഒരു 5 മാസത്തേക്കാണ് പോയിരിക്കുന്നത്. ഈ സമയത്ത് വൈഫിന് എക്സ്ട്രീം ലോൺനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വിഷമത്തെ അല്ലെങ്കിൽ ഈ ലോൺനെസ്സിനെ നേച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആളുടെ സാഡ്നെസ്സിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുരങ്ങന്മാർ കരയുന്നതാണ് സിംബലൈസ് ചെയ്യുന്നത്, ഒരു ഗ്രീഫായിട്ട് സിംബലൈസ് ചെയ്യുന്നത്. ഈ മോസ് ഗ്രോസ് തിക്ക് നിയർ ദ ഗേറ്റ്, ഈ പുല്ലൊക്കെ ഗേറ്റിന് ചുറ്റും വളരുന്നത് അത് ഒരു ലോങ് ആബ്സെൻസിനെയാണ് കാണിക്കുന്നത്. അതോടൊപ്പം ലീവ്സ്, ഈ ഓട്ടം സീസണിലെ ഈ ഇലകൾ പൊഴിയുന്നത് അത് സിംബലൈസ് ചെയ്യുന്നത് സാഡ്നെസ്സിനെയുമാണ്. അതോടൊപ്പം പെയർഡായിട്ടുള്ള ബട്ടർഫ്ലൈസ് പറക്കുന്നത് ആളുടെ പെൺകുട്ടിയുടെ മിസ്സിങ് ആയിട്ടുള്ള ലവിനെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് എല്ലാം ആ പെൺകുട്ടിയുടെ പെയിനും ലോങ്നെസ്സിനെ മാത്രമാണ് അതിൽ കാണിക്കുന്നത്. അടുത്തായിട്ട് ഇതിൽ പറയുന്നത് ഡെസ്പറേറ്റ് ലോങ്ങിങ് ഫോർ ഹിസ് റിട്ടേൺ ആണ്. അതിൽ ഫൈനൽ ലൈൻസിൽ ആളുടെ ഡീപ്പസ്റ്റ് ഇമോഷനാണ് ആൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതോടൊപ്പം അവനോട് ആവശ്യപ്പെടുന്നുണ്ട് റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു വേർഡ് അയക്കാനും പറയുന്നുണ്ട്. ലാസ്റ്റ് ടൈം തന്നെ പറയുന്നുണ്ട് അവർ എത്ര ദൂരം വേണം ആളെ കാണാൻ വേണ്ടി പോകാൻ വില്ലിങ് ആണ്. ഈവൻ ദ പ്ലേസ് കോൾഡ് കോട്ടൂസ. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ആളുടെ സ്ട്രോങ് ഡിസയർ ടു എൻഡ് ദ സെപ്പറേഷൻ. ഈ സെപ്പറേറ്റഡ് ഇരിക്കുന്ന എൻഡ് ചെയ്തിട്ട് അവർക്ക് ഹസ്ബൻഡായിട്ട് റീയൂണൈറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ഡിസയറിനാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഈ ഒരു പോയത്തിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് 1 പറഞ്ഞാൽ ലവ് ആണ്, 2 സെപ്പറേഷൻ ആണ്, 3 നേച്ചർ റിഫ്ലെക്ട്സ് ഹ്യൂമൻ ഇമോഷൻസ്, 4 പറഞ്ഞാൽ
അതാണുള്ളത്. ആക്ച്വലി ലവ് എന്ന് പറയുമ്പം വൈഫിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് കമ്പാനിയൻഷിപ്പാണ്, ടു ഡീപ്പ് ഇമോഷണൽ ബിൽഡ് ചെയ്യുന്നതാണ്. പിന്നെ സെപ്പറേഷൻ എന്ന് പറയുമ്പം ഈ പോയത്തിൽ ബ്യൂട്ടിഫുള്ളി അവർ കാണിക്കുന്നുണ്ട് ആ ഹസ്ബൻഡിൻ്റെ ആബ്സെൻസ് എങ്ങനെയൊക്കെയാണ് ആളെ അഫക്റ്റ് ചെയ്യുന്നത്. ഇമോഷണൽ പെയിനും ഈ പോയത്തിൽ കാണിക്കുന്നുണ്ട്. നേച്ചറും ഒരു ഹ്യൂമൻ്റെ ഇമോഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് മോസസ് വളരുന്നതും ഗേറ്റിൽ, പിന്നെ ഓട്ട സീസണിൽ ഇലകൾ പൊഴിയുന്നതും, പിന്നെ മങ്കി കരയുന്നതും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പേഴ്സ് ആയിട്ട് ബട്ടർഫ്ലൈ പറക്കുമ്പം ആളുടെ ഹസ്ബൻഡ് അവിടെ ഇല്ലാത്തതിൻ്റെ വിഷമമാണ് അതിൽ കാണിക്കുന്നുണ്ട്. മെയിൻലി ഈ പോയം പാസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ പോയം മൂവ്സ് ഫ്രം എ ചൈൽഡ്ഹുഡിൽ നിന്ന് മാരേജിലേക്ക്, ചൈൽഡ്ഹുഡ് മാരേജിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു മെച്യൂരിറ്റിയിലേക്ക് കടക്കുന്നു. അതിനുശേഷം ആൾ ലോൺലിസ്റ്റിലാവുന്നതാണ് ഈ പോയതിൽ പറയുന്നത്.